ഇന്നലകളിൽ ഭാഗം 8. യു ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ശ്യാമിന്റെ അലർച്ച കേട്ട് മാനസിയുടെ കയ്യിലിരുന്ന ജഗ് താഴെ വീണ് വീരമൃത്യു വരിച്ചു. ശ്യാം ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ആകെ പേടിച്ചു നിൽക്കുന്ന മാനസി. അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം ഒന്നയഞ്ഞു. മാനസിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായാണ് അവൾ ശ്യാമിനെ കാണുന്നത്. ശ്യാം ദേഷ്യത്തോടെ ഫോൺ വെച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. അവൾ പേടിച്ച് 2 അടി പിന്നോട്ട് നീങ്ങി. അത് കണ്ട് ശ്യാമിന് പാവം തോന്നി. അവൻ മാനസിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവളെ പയ്യെ പിടിച്ച് മാറ്റി നിർത്തി. മാനസി ആകെ വല്ലാണ്ടാണ് നിൽപ്പ്. മാനസി, ബി കൂൾ. അത് പിന്നെ ദേഷ്യം വന്നപ്പോ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാറില്ല. വന്നാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതാ, അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. മാനസി കണ്ണടച്ച് ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. പിന്നെ ആഞ്ഞൊരിടിയായിരുന്നു ശ്യാമിന്റെ നെഞ്ചത്ത്. അമ്മേ! അവൻ നിലവിളിച്ചുപോയി. ഹൗ, എന്തിടിയാ പെണ്ണെ ഈ ഇടിച്ചേ? ശ്യാം അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെ ഞാൻ പേടിച്ചു പോയി. എന്തൊരു ശബ്ദമായിരുന്നു! അവന്റെ നെഞ്ച് തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. ശ്യാം അവളെ നോക്കി ചിരിച്ചു. അയ്യടാ, കിണി കണ്ടേച്ചാലും മതി. വേഗം ആ ചില്ലൊക്കെ എടുത്ത് മാറ്റി ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നോക്ക് എന്റെ പൊന്നുമോൻ, എന്നിട്ട് കിടന്നാ മതി. മാനസി അവന്റെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. മാനസി, വിളിക്കണ്ട മോനെ ദിനേശ, നോ രക്ഷ. അപ്പോ എല്ലാം ചെയ്തേക്ക്, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് മാനസി കട്ടിലിൽ കയറി കിടന്നു. നീയാണടി ഭാര്യയെ ഭാര്യ, ശ്യാം പറഞ്ഞുകൊണ്ട് നിലത്തൂന്ന് ചില്ലൊക്കെ പറക്കി ബിന്നിലിട്ടു. പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിലിട്ടിരുന്ന ചവിട്ടി എടുത്ത് വെള്ളത്തിന്റെ പുറത്തേക്കിട്ടു. എളുപ്പപ്പണിയേ. ഓ, ഇതൊക്കെ മതി, ബാക്കി കാറ്റ് കൊണ്ട് ഉണങ്ങിക്കോളും. അതും പറഞ്ഞ് കയ്യും കഴുകി വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു. ശ്യാം കിടന്നതും മാനസി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. ശ്യാം ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ശ്യാം, എന്താ ഇത്ര ടെൻഷൻ? ഈ നെഞ്ചിരിപ്പിന് വല്ലാത്ത തീവ്രത പോലെ. അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി അവൾ ചോദിച്ചു. ശ്യാം അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. ഇരുവരും മിഴികൾ കോർത്ത് കിടന്നു അല്പനേരം. താൻ എന്നെ വിട്ടിട്ട് പോകുമോ? മാനസിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൻ ചോദിച്ചു. തോന്നുന്നുണ്ടോ അങ്ങനെ? അവന്റെ കവിളിൽ തലോടി അവൾ മറു ചോദ്യം ചോദിച്ചു. ഇല്ല, അവൻ ഇല്ലെന്ന് മൂളി. പിന്നെ പിന്നെ എന്തോ ഒരു ഭയം, താൻ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന്. അവന്റെ സംസാരം കേട്ട് മാനസി അവനെ സംശയത്തോടെ നോക്കി. സ്വാതിയായിരുന്നോ വിളിച്ചത്? അവളുടെ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ അവൻ തലയാട്ടി. ആ, അതാണ്. ആളാരാണെന്ന് അറിയില്ലല്ലോ, അതാ ആദ്യം കോൾ എടുത്തത്. അവളാണെന്ന് അറിഞ്ഞപ്പോ തന്നെ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചപ്പോ എടുത്തില്ല, സൈലന്റ് ആക്കിയിട്ടു. പിന്നെ എടുത്തു നോക്കിയപ്പോൾ 20 മിസ്ഡ് കോൾ കണ്ടു. അത് കണ്ടപ്പോഴേ ദേഷ്യം വന്നു. പിന്നെയും വിളിച്ചപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാ താൻ കയറി വന്നത്. ശ്യാം പറയുന്നതെല്ലാം കേട്ട് മൂളിയതല്ലാതെ മാനസി മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ അവളെ നോക്കി. എന്തിനാ ഇങ്ങനെ ഇപ്പോ ഒരു വിശദീകരണം? അല്ല, തന്നോട് പറയണമെന്ന് തോന്നി. അതിനല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചത്. അവളുടെ ചോദ്യം കേട്ട് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. നോക്കണ്ട, ഈ മനസ്സ് വായിക്കാൻ ഇപ്പോഴെനിക്ക് കഴിയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ശ്യാം എന്താണെന്ന മട്ടിൽ അവളെ നോക്കി. ഞാൻ ശ്യാമിനെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയാണ് ഈ ടെൻഷനെങ്കിൽ അത് വേണ്ട. ശ്യാമിന്റെ മൗനത്തിന്റെ പോലും അർത്ഥമറിയാമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പരിധിവരെ ഈ മനസ്സ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ സ്വാതി എന്തെങ്കിലും വിളിച്ച് എന്നോട് പറഞ്ഞെന്ന് കരുതിയോ, ശ്യാമിനെ വിളിച്ചെന്ന് കരുതിയോ, ശ്യാമിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ മാത്രം എന്നിലെ ഭാര്യ അധപ്പതിച്ചിട്ടില്ല. ഏതൊരു റിലേഷനിലായാൽ പോലും ആദ്യം വേണ്ടത് വിശ്വാസമല്ലേ? അതില്ലെങ്കിൽ പിന്നെ ആ ബന്ധത്തിന് അർത്ഥമില്ലല്ലോ.
അതുപോലെ തന്നെ ശ്യാമിനൊരു പ്രൈവസി ഉണ്ട്. ഭാര്യയാണെന്ന് കരുതി അതിലെല്ലാം കൈകടത്തണമെന്നുണ്ടോ? ഇല്ലല്ലോ. എന്നോട് പറയണം, ഞാൻ അറിയണമെന്ന് ശ്യാമിന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ശ്യാം എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ എന്ത് കരുതുമെന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ ഞാനൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അതിൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അവൾ ചോദിച്ചപ്പോൾ ശ്യാം ഇല്ലെന്ന് തലയാട്ടി. എന്നാലേ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പോരാത്തതിന് നല്ല ശരീരവേദനയും. അതുകൊണ്ട് കിടന്നുറങ്ങാം. വെറുതെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കാൻ നിൽക്കണ്ട. ഇനിയും ആലോചിക്കണമെന്നാണെങ്കിൽ ആ സോഫയിൽ പോയിരുന്നെങ്ങാനും ചിന്തിക്ക്. അതും പറഞ്ഞ് മാനസി പുതപ്പ് തലവഴി മൂടി. ശ്യാമിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് നൈറ്റ്. മാനസി പെട്ടെന്ന് ആമ തലയിടും പോലെ പുതപ്പിനുള്ളിൽ നിന്ന് തലയിട്ടുകൊണ്ട് പറഞ്ഞു. ശ്യാം ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ അധരങ്ങളാൽ മുദ്രണം ചാർത്തി. അവളുടെ ചുണ്ടിൽ ഒരു മന്ദസ്മിതം പൂവിട്ടു. നിമിഷ നേരം കൊണ്ട് മാനസിയുടെ മുഖം നാണം കൊണ്ട് സിന്ദൂര ചോപ്പ് അണിയുന്നത് ഒരു ചെറു ചിരിയാൽ അവൻ നോക്കിക്കണ്ടു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന മാനസിയുടെ മുഖത്തേക്ക് ശ്യാം നോക്കിക്കിടന്നു. എത്ര പെട്ടെന്നാണ് മാനസി തന്റെ നെഞ്ചിൽ ചേക്കേറിയത്. അവളിലെ കുസൃതിയും പരിഭവങ്ങളും തന്നോട് ചേരുമ്പോൾ മാത്രം കാണുന്ന ആ കണ്ണുകളിലെ തിളക്കവുമെല്ലാം കൂടുതൽ കൂടുതൽ അവളെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. എല്ലാവരോടുമുള്ള കറകളഞ്ഞ സ്നേഹമാണ് അവളെ അത്രമേൽ പ്രിയങ്കരിയാക്കുന്നത്. അച്ഛനും അമ്മയും സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ പോലും വഴിതെറ്റിപ്പോകുന്ന ഇന്നത്തെ നാളുകളിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാതെ പോയിട്ടും ഇത്രയും നല്ല സ്വഭാവത്തിനുടമയായിക്കൊണ്ട് അവൾ വേറിട്ട് തന്നെ നിൽക്കുന്നു. തന്നെ എത്ര പെട്ടെന്നാണ് അവൾ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ സ്വാതി പോലും തന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ല, അവൾ ഒരിക്കൽ പോലും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം സ്നേഹം ഉള്ളിടത്തല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. അവന്റെ ചിന്തകൾ കാട് കയറി. എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഹലോ. മാനസി മുറിയിൽ പുസ്തകം വായിച്ചിരിക്കുമ്പോഴാണ് കോൾ വന്നത്. ആരാണെന്ന് നോക്കാതെ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹായ്, മിസ്സിസ് മാനസി ശ്യാം പ്രസാദ്. ആ ശബ്ദം കേട്ട് പരിചയമുള്ള പോലെ തോന്നി അവൾക്ക്. മാനസി ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അൺനോൺ നമ്പറാണു. ആരാ? ഹേയ്, എന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വാതി കൃഷ്ണ. ആ, പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ മാനസി പറഞ്ഞു. എങ്ങനെ പോകുന്നു മാരേജ് ലൈഫൊക്കെ? സ്വസ്ഥം, സമാധാനം. പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ. അവിടുന്ന് അറിഞ്ഞത് എന്താണാവോ? മാനസി, ടു ബി ഫ്രാങ്ക്, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ശ്യാമിനെ എനിക്ക് വേണം. എനിക്കിഷ്ടമാണ്. നീയായിട്ട് ഒഴിഞ്ഞു തന്നാൽ നിനക്ക് നല്ലത്. സ്വാതി പറഞ്ഞത് കേട്ട് മാനസിക്ക് ദേഷ്യം കയറി. സോ താൻ എനിക്ക് ശ്യാമിനെ വിട്ടുതരണം. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വരുമെങ്കിൽ കൊണ്ടുവെക്കോ. പിന്നെ ശ്യാം കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒന്നുമല്ല എനിക്ക് വേണം തരണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് അലച്ചു പോവാൻ. ഇനഫ് മാനസി, ഐ ആം സീരിയസ് അബൌട്ട് ഹിം. വെച്ചിട്ട് പോടി. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്കിട്ട് നേരെ നോക്കിയപ്പോഴാണ് അവളെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന ശിവയെ മാനസി കണ്ടത്. അവളുടെ നിൽപ്പ് കണ്ട് മാനസി എന്താ എന്ന് പുരികമുയർത്തി. ആരാ ഏട്ടത്തി? നിന്റെ ഏട്ടന്റെ എക്സ് കാമുകി. വിട്ടുകൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല, വരുമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് മാനസി പറഞ്ഞു. ശിവയുടെ മറുപടി ഒന്നും കാണാതെ തലയുയർത്തി നോക്കിയ മാനസി അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ശ്യാമിനെ കണ്ട് ഞെട്ടി നെഞ്ചിൽ കൈവച്ചുപോയി. പേടിച്ചു പോയല്ലോ. അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശ്യാം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൾ അവനെ നോക്കി. ശ്യാം തനിക്ക് നേരെ വരുന്നത് കണ്ട് മാനസി പിന്നോട്ടു പോയി. അവസാനം കട്ടിലിൽ കിടന്നു. അവൾക്ക് മേലെ കട്ടിലിൽ കൈകുത്തി അവനും. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തെന്നി കളിച്ചു. അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. കണ്ണുകൾ പിടച്ചു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവളിലെ മാറ്റങ്ങൾ അവനും അറിയുന്നുണ്ടായിരുന്നു.
വിറയലോടെ അവൾ ചോദിച്ചു. അവൻ അവളെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വരുമെങ്കിൽ കൊണ്ടുപൊക്കോളാനല്ലേ? പോട്ടെ ഞാൻ? അവളെ നോക്കി അവൻ ചോദിച്ചു. മാനസി അവനെ നോക്കി കണ്ണുരുട്ടി. പോകോ? പോട്ടെ? ശ്യാം ചോദിച്ചതും മാനസി ശ്യാമിനെ ഒറ്റ തള്ളായിരുന്നു. അവൻ അവൾക്ക് സൈഡിലേക്ക് വീണു. പോകോ ശ്യാം? അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആ കണ്ണുകളിലെ പരിഭവവും ദേഷ്യം കൊണ്ട് ചുവന്ന മൂക്കിൻ തുമ്പും ശ്യാം കുസൃതിയോടെ നോക്കി. അതിപ്പോ ആരാ മോളെ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? താനൊന്ന് പോയി നോക്ക്. പിന്നെ ഈ കഴുത്തിന് മീതെ തല കാണത്തില്ല. മാനസിക്ക് ധൈര്യത്തിനത്ര കുറവൊന്നുമില്ല. തട്ടിക്കളയും കള്ളബടുവാ. അതും പറഞ്ഞ് അവനെയും നോക്കി പേടിപ്പിച്ച് ചവിട്ടിക്കുലുക്കി മാനസി ബാൽക്കണിയിലേക്ക് പോയി. പക്ഷെ ഒരു ചിരി അവളുടെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നു. അവളെ തന്നെ നോക്കിക്കിടന്ന ശ്യാമിന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി. ചേഞ്ച് വേണം പോലും, കെട്ടിയോനായിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പോ തന്നെ ആ മുഖത്തിന്റെ ഷേപ്പ് ചേഞ്ച് ആയനെ. മാനസി ഓരോന്നും പിറുപിറുത്ത് ബാൽക്കണിയിലെ റെയിലിംഗിൽ ചാരി നിൽക്കുമ്പോഴാണ് അവളെ 2 കൈകൾ പൊതിഞ്ഞു പിടിച്ചത്. ചുണ്ടിലൊരു പുഞ്ചിരി മൊട്ടിട്ടെങ്കിലും അത് മറച്ച് കപട ദേഷ്യത്തോടെ അവൾ അവന് നേരെ തിരിഞ്ഞ് അവന്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അടങ്ങി നിൽക്കു പെണ്ണേ. ഉച്ചയ്ക്ക് മറന്നുവെച്ച ഫയലെടുക്കാൻ ഞാൻ തന്നെ വന്നത് നന്നായി. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ശ്യാം പറഞ്ഞപ്പോൾ മാനസി എന്തെന്ന മട്ടിൽ അവനെ നോക്കി. ഈ അസൂയയും കുശുമ്പും ഒക്കെ പെൺപിള്ളാരുടെ കുടുംബസ്വത്താണല്ലേ? അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നെ സ്വന്തം കെട്ടിയവനെ മുൻ കാമുകി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഞാൻ മടിയിലിരുത്തി താലോലിക്കാം. അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാനസി പറഞ്ഞു. അപ്പോ പിന്നെ നീ വരുമെങ്കിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞതോ? ശ്യാം അവൾക്ക് മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി ഒറ്റ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ? ഏത് പിന്നെ? അത് ശ്യാം പോയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ വരുമെങ്കിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞത്. അവളുടെ മറുപടി കേട്ട് ശ്യാം ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. ആണോ? കുറച്ചുനേരം അവർ അങ്ങനെ നിന്നു. മിഴികളിൽ നിന്നും മിഴികളിലേക്ക് കഥകൾ കൈമാറി. മൗനം കൊണ്ട് പ്രണയത്തിൻ കവിതകൾ രചിച്ചു. ഇനി ആർക്കും വിട്ടു നൽകില്ലെന്ന പോലെ മാനസിയുടെ കൈകൾ ശ്യാമിനെയും ചുറ്റിപ്പിടിച്ചിരുന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ ശ്യാം അവളിൽ നിന്ന് അകന്നു മാറി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. മാനസി പകച്ചു നിന്നു. ഫയലെടുക്കാൻ വന്ന ഞാനാ. അതും പറഞ്ഞ് ഷെൽഫ് തുറന്ന് എന്തോ പരതി. മാനസിക്ക് അവന്റെ വെപ്രാളം കണ്ട് ചിരി വന്നു. അവൾ നിന്ന് ചിരിക്കുന്നത് കണ്ട് തിരച്ചിലിനിടയിലും ശ്യാം അവളെ നോക്കി പേടിപ്പിച്ചു. അവസാനം ഫയലും എടുത്ത് ശ്യാം പുറത്തേക്ക് പോയി. മാനസി ഒരു പുഞ്ചിരിയോടെ അവന് പിന്നാലെ താഴേക്ക് പോയി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ?